വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഡബിൾ ലെയേഴ്സ് കഞ്ചി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഈ ഒരു 2 ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഒരു മെറൂണും പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഒരു ക്ലോത്തും. അപ്പം രണ്ടും സാറ്റിൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡബിൾ ലെയേഴ്സ് കഞ്ചി ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇനി നമുക്ക് 2 ക്ലോത്തും ഒന്ന് മെഷർ ചെയ്തെടുക്കണം. ഞാനിവിടെ വീതി വന്നിട്ട് 4 ഇഞ്ചാണ് എടുക്കുന്നത്. കറക്റ്റ് മനസ്സിലാകുന്നുണ്ടല്ലോ, 4 ഇഞ്ച് 10 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ വീതി വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ നീളം എടുക്കണം. നീളം വന്നിട്ട് 42 ആണ് നമ്മൾ നോർമലി എടുക്കുന്ന ലെങ്ത്. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 22 ആണ് വേണ്ടത്. അപ്പോൾ 22 പറയുന്നത് 56 സെൻറ്റിമീറ്റർ. 22 ഇഞ്ച് 56 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് ആ ഒരു മെഷർമെൻറ്റിൽ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഞാനൊന്ന് ലെങ്ത്ത് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറേ ക്ലോത്ത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഞാൻ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. മുറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. വീണ്ടും ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീതി അളന്നതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ നമ്മുടെ ആ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി ഇനി നമ്മുടെ ലൈറ്റ് ഷെയ്ഡ് എടുക്കും. അതും സെയിം 4 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 22 ഇഞ്ച് നീളം എടുത്തിട്ടാണ് നമുക്ക് വേണ്ട ആ ഒരു അളവിലെടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടെ 44 ഇഞ്ചാവും. അപ്പോൾ നമ്മളൊരു ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ രണ്ടും 44 ഇഞ്ച് അളവിൽ, അതായത് ഒരു ക്ലോത്ത് 22 ഇഞ്ച് അളവിൽ, അങ്ങനെ രണ്ടും കൂടെ 44 ഇഞ്ച് അളവിൽ എടുക്കണം. അങ്ങനെതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളതൊക്കെ നോക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അവിടെ നമ്മുടെ ഈ 2 ക്ലോത്തും നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം ബാക്കിയൊക്കെ നോർമലാണ്. ഈ ഒരു 2 സൈഡും കൂടെ നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഈ ഒരു 2 സൈഡ് ഇതുപോലെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അടിച്ചു കൊടുക്കണം. ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മറ്റേ വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും 2 തരത്തിലുള്ള സാറ്റിനാണ് കേട്ടോ. ഒന്ന് സിൽക്ക് സാറ്റിനും ഒന്ന് നോർമൽ സാറ്റിനുമാണ്. അപ്പം സിൽക്ക് സാറ്റിനിൽ ചെയ്യുമ്പോൾ ഇച്ചിരി പാടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ 2 ക്ലോത്തും 2 സൈഡ് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലുള്ളത്. മോശം വശം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നവർക്കാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ആ ഒരു ക്ലോത്ത് മുകളിലുള്ള ക്ലോത്ത് ഇതുപോലെ മടക്കി ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഉള്ളിലുള്ള ക്ലോത്ത് നല്ല പോലെ തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്തിട്ടുണ്ടായിന്. ഇങ്ങനെയും വേറെ രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കാം. എന്നിട്ട് ഞാനിതാ സ്റ്റിച്ചാക്കി കൊടുക്കലാണ്. സ്റ്റിച്ചാക്കി കൊടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ അടിച്ചതിന് ശേഷം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ക്ലോത്ത് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വേറെയും വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ കാണും ഞാനെങ്ങനെയാണ് ഈ ക്ലോത്ത് ഉള്ളിൽ നിന്ന് വലിക്കുന്നതെന്നുള്ളത്. അതൊന്ന് കണ്ടുനോക്കാം. കണ്ടോ, ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കും. നമ്മൾ മടക്കി വെച്ച ക്ലോത്തില്ലേ, അതാണ് ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നത്. അങ്ങനെ വലിച്ചിട്ടാണ് വീണ്ടും അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഞാനിതാ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള വശം പുറത്തേക്ക് ഇതുപോലെ എടുക്കാം. നല്ല സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എലാസ്റ്റിക് ഒന്ന് ജോയിൻ ആക്കി കൊടുക്കണം. രണ്ട് കളറായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ മാക്സിമം സെയിൽ ചെയ്യുന്നതാണെങ്കിൽ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അയൺ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ആവുകയും ചെയ്യും, കാണാനും നല്ല രസമുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു മറ്റേ ലൈറ്റ് ഷെയ്ഡിൽ സാറ്റിന് നല്ലോണം ചുളിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അയൺ ചെയ്യാനൊന്നും നിൽക്കാഞ്ഞത്. 9 ഇഞ്ച് അളവിൽ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേഫ്റ്റി പിൻ വെച്ചതാ ഇതുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ എലാസ്റ്റിക് എന്താക്കാം ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ നിങ്ങൾക്ക് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു 10 ഇഞ്ച് അളവിലെടുത്തിട്ട് എന്താക്കാൻ, അല്ലെങ്കിൽ 9 ഇഞ്ചാകുമ്പോൾ കുറച്ച് എന്താ പറയുക ഈ സ്ട്രെച്ചബിൾ കുറയും. അപ്പോൾ ഒരു 10 ഇഞ്ച് അളവിലെടുത്തിട്ട് നല്ല വൃത്തിക്ക് തന്നെ എലാസ്റ്റിക് തമ്മിൽ സ്റ്റിച്ച് ചെയ്യാണ്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. ഈ ഒരു 1/2 ഇഞ്ചിൻ്റെ ഈ ഒരു എലാസ്റ്റിക് എനിക്ക് തോന്നുന്നു സ്ട്രെച്ചബിൾ കുറവാണെന്നാണ് തോന്നുന്നു. ഇതിനും നൈസായിട്ടുള്ള ഒരു എലാസ്റ്റിക് ഉണ്ട്, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ് അത്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഈ എലാസ്റ്റിക് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജോയിൻ ആക്കി കൊടുക്കാം. ഇനി ഈ എലാസ്റ്റിക് തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരുപാട് തവണ സ്റ്റിച്ചാക്കി കൊടുക്കണം. ഈ എലാസ്റ്റിക്കിൻ്റെ മേലാണ് നമ്മൾ സ്ക്രഞ്ചി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, എലാസ്റ്റിക് നല്ലപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താവും, പൊട്ടിപ്പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ക്രഞ്ചി മോശമാവും. ഇപ്പോൾ സെയിൽ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ സ്റ്റിച്ച് കൺഫേം ആക്കുക. സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സൂചിയും നൂലും വെച്ച് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതിൻ്റെ ഒരു ജോയിൻ ആക്കി കൊടുക്കലാണ്. ഈ ഒരു സൈഡ് ക്യാമറ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. ഇതാ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇനി ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ആക്കി കൊടുക്കും. നമ്മൾ എലാസ്റ്റിക് ഇട്ട ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഒരു ഗ്യാപ്പാണ് ഞാനിപ്പോൾ അടിച്ച് സ്റ്റിച്ച് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അതും സെയിം കളറിലുള്ള നൂല് തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്ട്രെച്ചബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്ക്രഞ്ചി. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ സംഭവങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ക്യൂട്ടിലേക്ക് കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക. ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഒന്ന് കണ്ട് നന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.